ഇത് 15ാമത്തെ തറയാണ് ഇപ്പോൾ ഇവിടെ ഇടാൻ പോകുന്നത്. മിസ്റ്റർ ജമാദാണ്, EV ജമാദാണ് ഇടുന്നത്. അദ്ദേഹത്തിൻ്റെ വക 2 എണ്ണം സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ഒരു 5 എണ്ണമെങ്കിലും ആക്കാൻ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. മൂപ്പര് ഗൾഫിൽ ആണല്ലോ, അപ്പോൾ അതിനൊക്കെ സാധിക്കുമെന്നുള്ള വിശ്വാസം തന്നെയാണ് ഉള്ളത്. കൂടാതെ നമുക്ക് ഒരു 70 കുടുംബങ്ങൾക്ക് മൊത്തം ടോയ്ലറ്റും കുഴൽ കിണറും കൊടുക്കാനുള്ള ഒരു ഉദ്ദേശം കൂടി ഉണ്ട്. അതിൻ്റെയും ചില ഓഫറുകളൊക്കെ വന്നിട്ടുണ്ട്. അർഹതപ്പെട്ടവരുടെ ആപ്ലിക്കേഷനും വന്നിട്ടുണ്ട്. അതെല്ലാം പൂർത്തീകരിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്തരം യുവ സംരംഭകർ ഇത്രയും കാരുണ്യ പ്രവർത്തനത്തിലേക്ക് സജീവമാവുന്നു എന്നുള്ളത് വളരെ സന്തോഷകരവും ചാരിതാർത്ഥ്യമുള്ള ഒരു സംഗതിയാണ്. ഈ വർഷം തന്നെ സമയബന്ധിതമായിട്ട് അടുത്ത ജൂണിനുള്ളിൽ ഇൻഷാ അല്ലാഹ് നിർവഹിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിന് എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണമെന്ന് ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഈ ജവാദിന് ഞാൻ എൻ്റെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ജവാദ് ഇനിയും ഇതേമാതിരിയുള്ള സംരംഭങ്ങളിൽ ഭാഗവാക്കാകണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഒരു കാലഘട്ടത്തിൽ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ ഈ ഒരു തരത്തിൽ നാട്ടുകാരല്ലെങ്കിൽ വളരെ പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കാനും. ഇനീഷ്യേറ്റീവാണ് എല്ലാത്തിൻ്റെയും പ്രത്യേകത. കൊടുക്കാനും കിട്ടാനൊക്കെ ആൾക്കാരുണ്ടാവും, പക്ഷെ ഇത് ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ഇത്രയും അതിരാവിലെ പറഞ്ഞാൽ ഞാനൊക്കെ കുറേ കാലത്തിൻ്റെ ശേഷം ഇത്ര നേരത്തെ ഇരിക്കുന്നത്. പക്ഷേ ഇത്രയും രാവിലെ എണീറ്റിട്ട് നിങ്ങളുടെയൊക്കെ ഈ ഒരു പ്രവർത്തനം പഠിച്ച ദൈവം എന്തായാലും കാണും. അതിനെല്ലാവർക്കും അനുഗ്രഹം നൽകട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ തീർച്ചയായിട്ടും ഇതിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞാൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും CSCOൻ്റെ പ്രവർത്തനത്തിന് തീർച്ചയായിട്ടും എൻ്റെ എല്ലാവിധ സഹായം ഉണ്ടാവുന്നു. താങ്ക് യു സോ മച്ച്. ഏറെ സന്തോഷം നിറഞ്ഞ ഒരു മുഹൂർത്തത്തിലാണ്, ഒരു സുദിനത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ബഹുമാനപ്പെട്ട കോഴിക്കോട് കോർപ്പറേഷൻ മേയർ കഴിഞ്ഞ നവംബറിൽ പ്രഖ്യാപിച്ച ഈ അഭയം പദ്ധതിയുടെ പുതിയ പദ്ധതി 10 വീടുകളായിരുന്നു. ആ 10 എന്നുള്ളത് അപേക്ഷകരെ ആദ്യം കൊണ്ട് നമ്മൾ 15 ആക്കി. 15 എന്നുള്ളത് നമ്മൾ 20ലേക്ക് രണ്ടാവും പുനർനിർണയിച്ചു. ഇൻഷാ അല്ലാഹ് അതൊരു 25-30 ആവട്ടെ. ജവാദിനെ പോലുള്ള യുവ സംരംഭകരുടെ സഹായവും അവരുടെ പ്രാർത്ഥനയും അവർ മുൻകൈ എടുത്ത് വരാനുള്ളതിൽ ഞാൻ ആദ്യം അഭിനന്ദിക്കുന്നു. ഏതായാലും ജവാദിനെ പോലത്തെ യുവ സംരംഭകർ ഇനിയും കടന്നു വരട്ടെ. തീർച്ചയായിട്ടും ഈ ആശ്രയർക്ക് അഭയം നൽകുക എന്ന പദ്ധതി ഏറ്റെടുത്ത CSCO എന്ന സംഘടനയെ ആദ്യമായി അഭിനന്ദിക്കുന്നു. ഒപ്പം അതിനുവേണ്ടി എല്ലാവിധ സഹായ ഹസ്തങ്ങളും നൽകി ഈ സമൂഹത്തിൽ കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സുമനസ്കരെയും ഈ മുഹൂർത്തത്തിൽ അവരെ സ്മരിക്കുന്നു. ഒപ്പം തന്നെ ഇതുപോലെ കോയവളപ്പ് പ്രദേശത്ത് ധാരാളം ആളുകൾ ഭൂരഹിതരായിട്ടും ഭവനരഹിതരായിട്ടും ഒക്കെയുള്ള ആളുകളുണ്ട്. അവർക്കൊക്കെ ഈ അഭയം നൽകുവാൻ CSCO പോലെയുള്ള ഇനിയും ഏറെ സംഘടനകളും സന്നദ്ധ പ്രവർത്തകരും ഉണ്ടാവട്ടെ എന്നുള്ളതാണ് ഈ സമയത്ത് പറയാനുള്ളത്. CSCOയുടെ 70ാമത്തെ ഇതിൽ നമുക്ക് ജവാദിനെ കിട്ടിയത് വളരെ ഒരു നല്ലൊരു കാര്യമാണ്. കാരണം ഈ നമ്മുടെ ഭാഗത്തുള്ള യുവ സംരംഭകർ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ഇനിയും കൂടുതൽ തറകൾ വർദ്ധിപ്പിക്കാനും പറ്റും. അതുപോലെ ഒരു പാർപ്പിടം പറഞ്ഞാൽ നമുക്ക് ഒരു ശരിക്കും നമ്മളൊരു ബേസ് ആദ്യം മുഖ്യ കാരണം പാർപ്പിടം അതിനാദ്യമായി തറ ഇട്ട് കഴിഞ്ഞാലേ ബാക്കിയുള്ള പലരും സഹായിച്ചിട്ട് വീടാവുള്ളൂ. അതിന് ഏറ്റവും CSCO നമ്മൾ നല്ലൊരു കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 15 എണ്ണമായി, ഇനിയും കൂടണം, ഇനിയും വർദ്ധിക്കും എന്ന പ്രതീക്ഷ തന്നെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഈ അഭയം പദ്ധതിയിലൂടെ ഇത്തവണ മുമ്പും നിരവധി പ്രവർത്തനങ്ങൾക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട്. ഒരു ഒട്ടേറെ പാവങ്ങൾക്ക് അഭയം പദ്ധതിയിലൂടെ തുണയേകാൻ CSCO അഭയം പദ്ധതിക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ നമ്മുടെ പുതിയ പ്രസിഡന്റ് വന്നതിന് ശേഷം 15 പേർക്ക് തറയിടാൻ സാധിച്ചു. ഇനിയും ഒട്ടേറെ പേർക്ക് തറയിടാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. CSCO പ്രസിഡന്റ് സിദ്ദീഖ്, മുഖ്യാതിഥിയായ ജമാദ് ഇസ്മായിൽ, അഭയം കൺവീനർ ബാബു കെൽസ, കൂടാതെ മുൻ കൗൺസിൽ അഡ്വക്കേറ്റ് സീനത്ത് എന്നിവർക്കും പ്രത്യേകം നന്ദി അറിയിച്ചുകൊള്ളുന്നു. കൂടാതെ ഞങ്ങളെ ഇവിടെ പങ്കെടുത്ത CSCO മെമ്പർമാർക്കും സുഹൃത്തുക്കൾക്കും
എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് പ്രസിഡന്റിന്റെ അനുവാദത്തോടെ ഈ യോഗം അവസാനിച്ചതായി അറിയിക്കുന്നു.